വിളഞ്ഞ് പോട്ടെ, നമുക്ക് പോവാം. പക്ഷെ മമ്മ ഇങ്ങോട്ട് വന്ന് കാര്യം മാറി മറിയരുത്. അത്രയുള്ളൂ. എന്ത് ജന്മങ്ങളെ ഇത് മമ്മ കൂടി തോന്നി കാലം ഇവിടെ കൊണ്ട് കാത്തിരിക്കുന്നു. ഇവിടെ കാരൊക്കെ വേണമെന്നില്ല. ആന്റി ആ ചോറുകൊണ്ടിരുന്നു. ആന്റി അതല്ലാതെ വേറെ വഴിയില്ല. ഓ ഷിറ്റ്, എപ്പോഴും എനിക്ക് ഇങ്ങോട്ട് ജെല്ലി വിളിച്ച് വരാൻ തോന്നിയത്. പിന്നെ രാത്രി തന്നെ ഓടിയാൽ മതിയായിരുന്നു. അതിനാ ഗോസ്റ്റ് ഇല്ലായിരുന്നു പ്രശ്നം. ഏത് ഗോസ്റ്റ്? മമ്മി ഇന്നലെ ആ ഗോസ്റ്റിനെ കണ്ടില്ലേ? ഒലക്ക, നീ ഇവിടെ എന്നെ ഗോസ്റ്റ് വന്ന് പേടിപ്പിച്ചത് രണ്ട് പല്ലൊക്കെ വെച്ചിട്ട്. എടി ആന്റിക്ക് ഒന്നും ഓർമ്മയില്ലല്ലോ. മമ്മി 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 ഇന്നലെ ഗോസ്റ്റിനെ കണ്ട മമ്മിക്ക് ഓർമ്മയില്ലേ? ഏത് ഗോസ്റ്റ്? ഓ മൈ ഗോഡ്, വന്ന് വന്ന് എന്റെ മകൾക്കും ബുദ്ധിയില്ലാതായോ? വാട്ട് ഇസ് ദിസ്? ഇനിയൊന്നും പറയണ്ട, വേണമെങ്കിൽ ആന്റി വയലന്റ് ആവും. അതെ അതെ, നിർത്താം. ഗോസ്റ്റ് മങ്ങത്തോലി, നിങ്ങളല്ലേ എന്നെ ഇന്നലെ ബോധം കെടുപ്പിച്ചേ. ഇന്ന് രാവിലെയായി എന്നിട്ട് മനുഷ്യന്റെ ബോധം തിരിച്ചു കിട്ടുന്നേ. എന്ത് വായതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആന്റി ആന്റി അവര് കാണാതെ ഇവിടുന്ന് പോയാൽ മതി. അല്ലാതെ ഇവിടുന്ന് പോവല്ലേ. അടുക്കള ഭാഗത്ത് അവരുണ്ട്, മുൻഭാഗത്താണെങ്കിൽ ആ പാത്തവും കൂട്ടരുണ്ട്. എന്തായാലും അവരൊക്കെ അവിടുന്ന് മാറി നിൽക്കുമ്പോ നമുക്ക് പോവാം. എന്തൊരു കഷ്ടമാണിത്. ഒരു വീട്ടിൽ വന്നിട്ട് ഇത്ര സ്റ്റാൻഡേർഡ് ഇല്ലാതെ ഒളിച്ചു നിൽക്കുന്നു. ഓ മൈ ഗോഡ്, എന്റെ ഒരു അവസ്ഥ. What is this? ആന്റി അവസ്ഥ ഇതായി പോയില്ലേ, ഒന്ന് ക്ഷമിക്കൂ. എന്നൊന്ന് വിട്ട് രണ്ടുപേരും കുറെ നേരമല്ലേ എന്റെ മൂടിലാകെ നടക്കാൻ തുടങ്ങിയിട്ട്. മമ്മി മമ്മിക്ക് എന്താ സംഭവിച്ചത്? എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല കുട്ടികളെ. എനിക്ക് സ്റ്റാൻഡേർഡ് പോയ ആ വിഷമം മാത്രമേ ഉള്ളൂ. എന്തൊരു വിലയിട്ട് നടന്നു ഞാനാ ഇപ്പൊ ഇവരുടെ വീട്ടിൽ ഒളിച്ചു മാറി നടക്കുന്നു. ഓ മൈ ഗോഡ്. മമ്മി പോകുമ്പോ ഞങ്ങൾ വരുന്നുണ്ട്. അതിന് ഇവിടുന്ന് പോവാൻ പറ്റിട്ട് വേണ്ടേ? മോം വാട്ട്, നീ ഒരാൾ കാരണമാ ഇന്ന് എനിക്ക് അവസ്ഥ വന്നത്. അത് സത്യം. അതെ, നീ ഒരാൾ കാരണാടി ആ ഒജബോർഡ് കളിച്ചത്. വാട്ട് ഒജബോ? ഒന്നുമില്ല, നമുക്ക് ഇവിടുന്ന് പോവാം. പക്ഷെ അത് അവരെ അറിയാൻ പാടില്ല. നിങ്ങൾ എവിടെ പോയിന്ന് അവരെങ്ങനെ അറിയും? അതൊന്നും ഇപ്പൊ അവരെ അറിയണമെന്നില്ല. അവള് വരും. നീ എവിടെയാ പോയി? ഇവിടെ ഉണ്ടായിരുന്നു. ആ ആന്റി അങ്ങോട്ട് വരും. മമ്മി 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 കട്ടിനടിയിൽ ഒളിച്ചു നിൽക്കും. ഞാനോ? അതെ മമ്മി, മമ്മി തന്നെ. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം കാണും. പിന്നെ എല്ലാത്തിനും നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. മമ്മി കുറച്ചുകൂടെ ഉള്ളിലേക്ക് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ക്ലാരമോളെ ചായ കുടിക്കാൻ വായോ? വരാ ആന്റി, ഞാനിപ്പോ പെട്ടെന്ന് വരണം കേട്ടോ. എന്റെ മോക്ക് ഇഷ്ടപ്പെട്ട പുട്ടും കടലേ ആണോ ആന്റി? ഞാൻ വരാം. ആന്റി പോയിക്കോ, ഞാനും ചെന്നിയും കൂടി വരാം. ജെന്നിമോളെ നീയും വാട്ടോ. ഓക്കെ ആന്റി. ചെന്നിയുടെ മമ്മി പുറത്തേക്ക് പോരൂ. ഓ മൈ ഗോഡ്, സ്കൂൾ മമ്മി സോറി. നിന്റെ സോറി എന്നോട് അപ്പളെ ജൂലി പറഞ്ഞതാ നിന്നെ വിളിക്കാൻ വരണ്ട. ഞാൻ അതൊന്നും കേൾക്കാതെ നിന്നെ വിളിക്കാൻ വന്നു. ഷിറ്റ്. അയ്യോ നീലു ആന്റി ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. ആന്റി ആന്റിക്ക് ചായ വേണം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയോ അത്? ആന്റിക്ക് ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന. ഓക്കെ, ഇത്ര റിച്ച് ആയ കളക്ടറിന്റെ വൈഫായ എന്റെ ഒരു അവസ്ഥ. ഓ എന്തോരം ഇലകള്. ഇന്നലെ ഇവിടെ എന്താ കാറ്റ് മത്സരമായിരുന്നു. ദേവ ചേച്ചി എന്താ? നമുക്ക് ഇവിടുന്ന് പോവാം. ഇപ്പൊ നീ തുടങ്ങിയോ? രാവിലെ ഇച്ചാപ്പിക്കായിരുന്നു, പിന്നെ അനുവിനും, ഇപ്പൊ പാറുവിന് തുടങ്ങിയ സുഖം. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? നിങ്ങൾക്ക് ഓരോ തോന്നലാ. രാത്രി പ്രേത ഫിലിമും കണ്ട് കിടന്നിട്ട്. അതിന് ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടത് മഞ്ഞുമൽ പോയിച്ചാ. അതിനും ചെറുതായിട്ടൊക്കെ പേടിക്കുന്നുണ്ടാവും. അതായിരിക്കും ഓരോന്ന് പറഞ്ഞു വന്നേ. എല്ലാത്തിനും വട്ട എന്നാ തോന്നുന്നേ. പാത്തൊക്കെ അവളുടെ വീട്ടിലേക്ക് ഓടി. പിന്നെ അവൾക്ക് അവളുടെ വീട്ടിൽ പോകണം. നിങ്ങളുടെ വീട്ടിലല്ലേ, നിങ്ങൾ ഇവിടെ നിൽക്കണം. ഇച്ചാപ്പി പോകണമെന്നാ പറയുന്നത്. അതിന് ഇച്ചാപ്പിന്റെ വീട്ടിൽ ആരുമില്ലല്ലോ. എന്നാ നമുക്ക് എല്ലാവർക്കും അവിടെ പോയി നിൽക്കാം. അഥവാ ഇനി ഇവിടെ പ്രേതം ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. ശരിക്കും? ആ ശരിക്കും ഉണ്ടാവും. ചേച്ചി പേടിപ്പിക്കല്ലേ. ഓ ഇല്ലാത്ത പ്രേതം എങ്ങനെ പിന്നാലെ വരാനാടി? ഏത് പ്രേതം നിങ്ങൾ കണ്ടത്? അതുകൂടി എനിക്കത് പറഞ്ഞത് നന്നായിരുന്നു. ദേവ ചേച്ചി ഞാൻ പറയുന്ന കേക്ക്. ഇന്നലെ രാത്രി ഞങ്ങൾ ഓജോ കൂടി കളിച്ചു. ആഹാ, അപ്പൊ അതാണ് ഇതിനൊക്കെ കാരണം അല്ലേ? ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ പ്രേതം വന്നേനെ? ഓജോ കൂടി കളിച്ചപ്പോ പേടിച്ചു കാണും. എന്നിട്ട് പ്രേതം ഉണ്ട് മാങ്ങയുണ്ടെന്ന് പറയല്ലേ? ഓ ഈ ചേച്ചിക്ക് എത്ര പറഞ്ഞു കൊടുത്താലും ഒന്നും മനസ്സിലാവില്ല. മണ്ടി ദേ പാറു, എന്നെ മണ്ടിന്ന് വിളിച്ചാലുണ്ടല്ലോ. അല്ലെങ്കിൽ ഇത്ര രാവിലെ തന്നെ അമ്മയമ്മ ഉടക്കി നിൽക്കുക. ചേച്ചി എന്റെ അടുത്ത് ചൂടാവില്ലേ? ഇതുവരെ ചേച്ചി എന്റെ അടുത്ത് ചൂടാക്കില്ലല്ലോ. അന്നോട് ചൂടാവുന്ന പോലെ എന്നോട് ചൂടാവാറില്ല. എങ്ങനെ ചൂടാവാതിരിക്കും? പ്രേതം മാങ്ങാത്തോടെന്ന് പറഞ്ഞ് എല്ലാം കൂടെ എന്റെ പിന്നാലെ നടക്കുമല്ലേ? എനിക്ക് എങ്ങനെ ദേഷ്യം വരാതിരിക്കും? എനിക്കാണെങ്കിൽ ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. പാറു ദേവു ചായ കുടിക്കാൻ വന്നേ. എനിക്ക് ചായ ഇപ്പൊ വേണ്ട. നിന്റെ പെണക്ക് ഇപ്പോഴും മാറിയില്ലേ മോളെ? ഇല്ല. പാറു നീ വന്നേ, അവള് വേണമെങ്കിൽ വന്നാ മതി. എനിക്കൊന്നും കഴിച്ച് ഇറങ്ങത്തില്ല ആന്റി. വേണ്ട, പോയി കഴിക്കണ്ട പാറു. കഴിക്കാതായ ബോധം വിട്ട് വീഴും. അതാ നല്ലത്. എന്നാ പിന്നെ പ്രേതത്തിന്റെ ഒന്നും അറിയണ്ടല്ലോ. എന്തുവാ കുട്ടികളെ, നിങ്ങൾ എപ്പോ തുടങ്ങിയതാ പ്രേതം വാങ്ങാൻ പറയാൻ തുടങ്ങിയിട്ട്? ദേവുൽ എന്തുപോലെ ഇരടിച്ചിട്ടുണ്ടെന്ന് അറിയോ? എന്തായാലും ഇവർക്കൊക്കെ ഒരു മാല ജപിച്ച് കെട്ടണം. എല്ലാരും പേടിച്ചിരിക്കും. ഓ ഓരോരു അന്ധവിശ്വാസം. പ്രേതം ജപിച്ച് കെട്ടൻ ഓ എല്ലാം കണക്കാ. എന്തുവാടി നീ കുട്ടികളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താ? അല്ലയോ അല്ല. ഇനി അതും പറഞ്ഞ് തമ്പുരാട്ടി എന്റെ അടുത്ത് വഴക്കുന്നുണ്ട. നീലമ ഞാൻ പറയുന്ന കേക്ക്. നീലമേ നിങ്ങളൊക്കെ പേടിച്ചിരിക്കുക. നിങ്ങളൊക്കെ വന്നേ ചായക്കെ കുടിച്ച് നല്ല ഉഷാറാവേ. ഓ ഓരോന്ന് പറയാൻ കുറെ ആൾക്കാരും അത് വിശ്വസിക്കാൻ കുറെ അമ്മമാരും. വല്ലാത്തൊരു കഷ്ടം തന്നെ. എന്തുവാ ഇത്? ഇങ്ങനെയുണ്ട് ഒരു കഷ്ടകാലം. ഓ എന്തൊരു ചൂടാ. ഈ ചൂട് സമയത്ത് എന്നെ അടിച്ചു വരാൻ പറഞ്ഞേക്കാൻ തോന്നിയല്ലോ.
ഹായ് മഴ. ഹായ് എന്താ മഴ? അമ്മേ അമ്മേ. എന്താ മഴ? എത്ര കാലമായില്ലേ മോളെ മഴയൊക്കെ ഒന്ന് കണ്ടിട്ട്? അതെ അമ്മേ, എത്ര നാളായി പൊരുവെയിലത്ത് കരിഞ്ഞു നടക്കുന്നു. ഇനി മഴ കൊണ്ട് ആസ്വദിച്ച് നടക്കാം. അല്ല മോളെ, ഈ മഴത്ത് നിൽക്കാനാണോ നിന്റെ പരിപാടി? അതെ. അങ്ങനെ ഇപ്പൊ എന്റെ മോൾ മാറ്റി കഴിക്കണ്ട.